JNU നൽകിയത് ഫാസിസത്തിനുള്ള മറുപടിയോ? ചുവപ്പണിഞ്ഞ് JNU. ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയ JNUവിൽ ആവേശത്തോടെ വിദ്യാർത്ഥികൾ. ചരിത്ര വിജയം ഫാസിസത്തിനും മോദിക്കുമുള്ള മറുപടിയെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. I hereby declare Mohit Kumar Pandey elected for the post of President. ചെയർപേഴ്സൺ ഇഷിത മന്ന തെരഞ്ഞെടുപ്പ് വിജയികളുടെ ഫലപ്രഖ്യാപനം നടത്തുമ്പോഴേക്കും രാജ്യം ഉറ്റുനോക്കിയ JNU ക്യാമ്പസിൽ ഇടതു സഖ്യം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ കേന്ദ്ര പാനലുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇടതു സഖ്യം അധികാരത്തിലേറിയത്. പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യത്തിന്റെ മോഹിത് കുമാർ പാണ്ഡെ 1954 വോട്ടുകൾക്ക് വിജയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി JNUവിന്റെ അധികാര കേന്ദ്രത്തിൽ ഇടം പിടിച്ചു. എറണാകുളം സ്വദേശിയും SFI പ്രവർത്തകനുമായ അമൽ 2461 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. കമ്മ്യൂണൽ സംഘടനകൾക്കെതിരെ ക്യാമ്പസുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്ന ABVP ഇത്തവണ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തിൽ പ്രചാരണം നടത്തിയിരുന്ന ABVPയുടെ പതനം പ്രതീകാത്മക ശവമഞ്ചത്തിലാണ് SFI ഐസ സഖ്യം ആഘോഷിച്ചത്. കന്നയ്യടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം JNUവിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ സർവകലാശാല ആക്രമണങ്ങൾക്ക് നേരെയുള്ള കനത്ത മറുപടിയാണിതെന്ന് കന്നയ്യയും പ്രതികരിച്ചു. This is the victory of people of India, those who fought for the justice for JNU, those who are fighting for the justice for Rohit Vemula. This victory is against the undemocratic forces like BJP and RSS. 18 കൗൺസിലർ സീറ്റുകളിൽ 15നും SFI ഐസ സഖ്യം വിജയിച്ചു. കന്നയമൊക്കെ ആസാദി മുദ്രാവാക്യം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തതിന് പിന്നാലെ JNUവിൽ വൻ ഇടത് വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന ABVP പ്രചാരണത്തിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകുന്നതായി JNU വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനീഷ് ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിജയത്തിന് കൂടുതൽ JNUവിൽ നിന്നും പ്രാധാന്യം സമകാലികമായി തന്നെ കൈവരുന്ന സാഹചര്യത്തിൽ ചർച്ചയിൽ നമ്മോടൊപ്പം അമൽ, വൈസ് പ്രസിഡന്റ്, JNU മലയാളി കൂടിയായ അമൽ തത്സമയം ചേരും. പത്മകുമാർ, BJP നേതാവ്, മുഹമ്മദ് മുഹ്സിൻ MLA, മുൻ JNU വിദ്യാർത്ഥി തത്സമയം ചേരും. ഹസനുൽ ബെന്ന, മാധ്യമപ്രവർത്തകൻ കൂടി ദില്ലിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. അമൽ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം എല്ലാ കണ്ണുകളും ചലനങ്ങളൊക്കെയും JNUവിൽ നിന്നുള്ള ചലനങ്ങൾ ആളുകൾ വീക്ഷിക്കുകയായിരുന്നു. ഈ വിജയത്തിന് എത്രത്തോളം ആധികാരികത, അനിവാര്യത കൈവരുന്നു? പ്രത്യേക സാഹചര്യം, അന്തരീക്ഷവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഘട്ടമായതുകൊണ്ട് എത്രത്തോളം തിളക്കം കൈവരുന്നു? ഫെബ്രുവരി 9-ാം തീയതി ഭരണകൂടം എന്താണോ JNUവിനോട് ചെയ്തത് അതിന് സെപ്റ്റംബർ 9-ാം തീയതി JNU മറുപടി നൽകിയിരിക്കുകയാണ്. അതായത് ചരിത്രത്തിൽ എങ്ങനെയാണോ JNU അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിസ്സംശയം അത് അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് ചുരുക്കം. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി JNUവിലേക്ക് വന്ന സമയത്ത് JNUവിൻ്റെ മെയിൻ ഗേറ്റിൽ ഇന്ദിരാഗാന്ധിയെ തടഞ്ഞ ഒരു ചരിത്രം JNU ക്യാമ്പസിനുണ്ട്. അതുപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം LK അദ്വാനി JNU സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ LK അദ്വാനിയെ ഈ ക്യാമ്പസിൻ്റെ ഗേറ്റിന് മുമ്പിൽ തടഞ്ഞൊരു ചരിത്രമാണ് JNU വിദ്യാർത്ഥി യൂണിയൻ മൂവ്മെൻറ്റിനുള്ളത്. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടെ ഉള്ളത്. അത് പലപ്പോഴും ഭരണകൂടത്തിൻ്റെ പല തരത്തിലുള്ള നിലപാടുകളോടും രാഷ്ട്രീയത്തോടുമുള്ള കൃത്യമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ ക്യാമ്പസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ക്യാമ്പസിനെതിരെ ഈ ക്യാമ്പസ് ഒരു ആൻറ്റി നാഷണൽ ഹബ്ബായിട്ട് ബ്രാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിനകത്തേക്ക് ഇതിൻ്റെ ക്യാമ്പസിൻ്റെ ഓട്ടോണമിയെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് പോലീസിൻ്റെ വൻ സന്നാഹം കടന്നു വരുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ തന്നെ ക്യാമ്പസിൽ മുഴുവൻ തീവ്രവാദികളാണ്. ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തീവ്രവാദികളാണ്. ഇവിടുത്തെ പെൺകുട്ടികളെല്ലാവരും വേശ്യകളാണ്. ഇവിടെ നിന്ന് എന്താ പറയുക, നഗ്നനൃത്തം ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും 100 കണക്കിന് കോണ്ടം ഈ ക്യാമ്പസിൽ നിന്ന് ലഭിക്കുന്നു. ഈ ക്യാമ്പസ് ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക, ഒരു മനുഷ്യരായിട്ടുള്ള ഒരാൾക്കും
സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പസിൽ നടക്കുന്നത്. അതായത് ദേശവിരുദ്ധരല്ല എന്ന് നിങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്ക് നൽകിയിരിക്കുന്ന അംഗീകാരം അത് കേവലം JNUവിലെ മാത്രം വിദ്യാർത്ഥികൾ നൽകുന്ന മറുപടിയല്ല, ഒരുപക്ഷെ വലിയ ഒരു പൊതുസമൂഹത്തിൻ്റെ മറുപടിയാണ്. ആ അർത്ഥത്തിലാണോ കാണുന്നത്? വ്യക്തിപരമായി പറഞ്ഞാൽ നരേന്ദ്രമോദിക്കുള്ള, നിങ്ങളുടെ പ്രതികരണങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞത് മോദിക്കുള്ള മറുപടി എന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ കാണാവുന്നതാണ്. കാരണം ഷട്ട് ഡൗൺ JNU എന്ന് പറയുന്നൊരു ക്യാമ്പയിനാണ് JNUവിനെതിരെ സംഘപരിവാർ അഴിച്ചുവിട്ടത്. അതിനെതിരെ സ്റ്റാൻഡ് വിത്ത് JNU, ഫൈറ്റ് ബാക്ക് JNU എന്ന് പറഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് പോരാടിയത്. അതുപോലെ തന്നെ ഇന്ന് ഈ JNU ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്തുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നൊരു മുദ്രാവാക്യമാണ് മോഡി ഗവൺമെൻറ് സ്റ്റെപ്പ് ഡൗൺ. അതായത് ഞങ്ങൾ ഷട്ട് ഡൗൺ JNU എന്ന് ഞങ്ങൾക്ക് നേരെ വിളിച്ചു പറഞ്ഞവരോട് സ്റ്റെപ്പ് ഡൗൺ മോഡി ഗവൺമെൻറ് എന്ന് ഞങ്ങൾ തിരിച്ചു വിളിച്ചു പറയുകയാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ പത്മകുമാർ, അതായത് ചൂഷണത്തിൻ്റെ സംസ്കാരത്തെ, ജാതിവാദത്തിൻ്റെ സംസ്കാരത്തെ, ഒരുപക്ഷെ മനുവാദം എന്ന് പോലും അവർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച വാദഗതികൾക്കുള്ള അംഗീകാരം ഇനി JNUവിലെ വിദ്യാർത്ഥികൾ ദേശവിരുദ്ധരല്ല ഇനിയെങ്കിലും താങ്കൾ പറയുക. കാരണം വലിയൊരു വിദ്യാർത്ഥി സമൂഹം മുൻതൂക്കത്തോടുകൂടി ഇവരുടെ വാദഗതികൾക്ക് ഈ തരത്തിൽ, കാരണം ഒരു തെരഞ്ഞെടുപ്പാണല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രീയമാണെങ്കിൽ കൂടി ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ നൽകുന്ന മറുപടിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഏതർത്ഥത്തിൽ കാണുന്നു? അല്ല, ദേശവിരുദ്ധരോ അല്ല എന്നുള്ളത് അവരുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രവർത്തികൾ ദേശവിരുദ്ധ പ്രവർത്തികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾക്കെല്ലാം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ഹൈപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. 2 യൂണിവേഴ്സിറ്റികൾ നടന്നിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും നടന്നിട്ടുണ്ട്, നമ്മുടെ JNUവിലും നടന്നിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ വെറും 8 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണപ്രദേശ സെൻട്രൽ ക്യാപിറ്റലിലുള്ള 8 കിലോമീറ്റർ ചുറ്റളാണ്. അവിടെ വോട്ട് ചെയ്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വോട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഏകദേശം 18,000, ഏകദേശം 20,000-ൽ കൂടുതൽ വോട്ട്, 20-25,000-ഓളം വോട്ടുകൾ പോൾ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി. ഇവിടെ 5,000-ൽ അകത്ത് വോട്ട് പോൾ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ എന്ത് നേട്ടമാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകൾ നേടിയത് എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കും. ഭയപ്പെട്ടു ഈ 5,000 താങ്കൾ വരുന്ന ഈ പറയുന്ന അംഗസംഖ്യ നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു? അക്കാദമിക് ആയിട്ടുള്ള മേഖലയിലേക്ക് നിങ്ങൾ എന്തിന് ഇടപെടൽ നടത്തി? ഈ രീതിയിൽ ABVP എന്തിന് ഭയപ്പെട്ടു? എന്തിന് പേടിക്കണം? ഈ പറയുന്ന 5,000 എന്ന ചെറിയ സംഖ്യയാണെങ്കിൽ ആ രീതിയിലേക്ക് നിലപാട് എന്തിനെടുത്തു? അത് വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ സമയം നമുക്കത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ നടത്തിയ പ്രവർത്തികൾ നമ്മുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. അത് എല്ലാവരും അതാണല്ലോ ഡൽഹി ഹൈക്കോടതി കൊടുത്ത ഈ കനയ്യകുമാറിന് ജാമ്യം കൊടുത്ത സമയത്ത് പറഞ്ഞൊരു സംഭവം. പാർലമെന്റ് ആക്രമണ സമയത്ത് സൈന്യം പരാജയപ്പെട്ടിരുന്നു എങ്കിൽ ഈ സഭയ്ക്കകത്തും ചന്തയിലും ചാനലിലും ഇരുന്ന് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പലരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. അത് ഹൈക്കോടതി നിങ്ങളുടെ ABVPയുടെ നേതാക്കന്മാർ മത്സരിച്ചു, ഒരു മത്സരമാണല്ലോ. എന്തുകൊണ്ട് ആ അർത്ഥത്തിൽ അംഗീകാരം ലഭിച്ചില്ല? ഭൂരിപക്ഷ സമുദായം, ഭൂരിപക്ഷം വരുന്ന JNUവിലെ വിദ്യാർത്ഥികളും എന്തിന് ABVP എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ വോട്ട് ചെയ്തു? നിങ്ങൾ പറഞ്ഞ അതിന് അംഗീകാരം നിങ്ങളൊക്കെ വിടുക. ദളിതുകൾ വേറെയാണ് മത്സരിച്ചത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് അല്ല. അംബേദ്കറുടെ പേരിലുള്ള സംഘടന മത്സരിച്ചത് വേറെയാണ്. ഞാൻ പറയാനുള്ള അവസരം തരണം. ഞാനാണല്ലോ ഇതിൽ വിശദീകരിക്കേണ്ടത്. കഴിഞ്ഞ 2015 കനയ്യകുമാർ ASFന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചപ്പോൾ എത്ര വോട്ട് കിട്ടി? 1042. അന്ന് ഈ പറഞ്ഞ ഐസക്ക് കിട്ടിയത് 962. അന്ന് ഈ ഐസ മാറി നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് SFI, അന്ന് SFI വളരെ പുറകിലോട്ട് പോയി. SFIയും ഐസയും കൂടി ചേർന്ന സമയത്ത് ASF മത്സരിക്കാതിരിക്കുമ്പോൾ ആ വോട്ടും കൂടെ എന്തായാലും ABVP കിട്ടില്ലല്ലോ. കിട്ടിയ സമയത്ത് എത്ര വോട്ട് കിട്ടിയത്? ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 1900 വോട്ട്.
5000 വോട്ട് പോൾ ചെയ്ത സ്ഥലത്ത് എവിടെ എന്ത് ചോപ്പണിഞ്ഞു എന്നാണ് പറയുന്നത്? എന്ത് ജനാധിപത്യത്തിൽ കണക്കൊരു പ്രധാനം തന്നെയാണ്. ആ കാലഘട്ടം നിങ്ങൾ പറഞ്ഞ ദേശഭക്തി, ആ ദേശഭക്തിക്ക് കിട്ടി എന്ത് അംഗീകാരം കിട്ടി? ഇവർ പറയുന്ന രീതിയിലുള്ള ഇവർ ദേശവിരുദ്ധരായിരുന്നുവെങ്കിൽ ആ പ്രവർത്തികൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നല്ല ഒരു മാതൃകാ സ്ഥാപനമാകേണ്ട ഒരു സ്വതന്ത്ര സർവകലാശാല ഇന്ത്യയുടെ നമുക്കറിയാമല്ലോ 125 കോടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവസരം എനിക്ക് തരണം. 125 കോടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരായി നടപടിയെടുത്ത സൈനികരെ, ആ സൈനികരെ അപമാനിക്കുന്നതിനും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അഫ്സൽ ഗുരുവിനെ പോലുള്ളവർ എങ്ങനെ ഈ JNUവിലെ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവരാകുന്നു? 125 ആളുകളെ വെടിവെച്ച് അല്ല 125 ആളുകളെ താങ്കളാണ് മറുപടി പറയേണ്ടത്. നമ്മൾ ഒരേറ്റേറെ ചർച്ച ചെയ്ത വാദഗതികളാണ് പത്മകുമാർ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ വാദത്തിന്, നിങ്ങൾ ഉയർത്തിയ വാദത്തിന് ഒരു അംഗീകാരം JNUവിൽ നിന്ന് നേടുമ്പോൾ പത്മകുമാർ പറയുന്ന ഇത്തരം വാദങ്ങളെ ഈ അർത്ഥത്തിലും ഖണ്ഡിക്കേണ്ട ആവശ്യകതയുണ്ടോ, അനിവാര്യതയുണ്ടോ? അദ്ദേഹത്തിൻ്റെ വാദം മുഴുവനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇടക്ക് കേട്ട സമയത്ത് അദ്ദേഹം അതായത് ഞാൻ വിശദീകരിക്കാം. അതായത് നിങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോഴും ഈ വിജയം നേടിക്കഴിഞ്ഞാലും അത് സത്യമായി നിൽക്കുന്നു എന്നാണ് BJPയുടെ നിലപാട്. അവിടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് BJP പറയുന്നു. എങ്കിലും കോടതി പറഞ്ഞിട്ടില്ല. അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നാണ് പറയുന്നത്. കനയ്കുമാർ, ഉമർ, അനിർബാൻ മുതലായവർക്കൊക്കെ തന്നെ ബെയിൽ കിട്ടിയിരിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം ചെയ്തവർക്ക് അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അങ്ങനെയാണെങ്കിൽ അവർ ജയിലിൽ കിടക്കേണ്ടതല്ലേ? ഇത് ഫ്രെയിം ചെയ്തതാണ്, വളരെ ശുദ്ധ നുണ ഫ്രെയിം ചെയ്ത കേസാണ്. ആ കേസ് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ ഡൽഹി പോലീസിന് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഈ ആരോപണങ്ങൾ അത് പറയൽ സ്ഥിരം അവരുടെ ലക്ഷ്യമാണ്. കാരണം വ്യക്തമായ രാഷ്ട്രീയം, ഒരു സോഷ്യലിസ്റ്റ് ആശയമൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ രാജ്യദ്രോഹികളായി കാണും. നിയോ ലിബറൽ പോളിസീസ് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫ്രെയിം ചെയ്യലൊക്കെ പല തവണയും കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത്. അല്ലാതെ JNUവിലെ വിദ്യാർത്ഥികൾ ഒരിക്കലും രാജ്യദ്രോഹികളല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ രാജ്യസ്നേഹികളാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഹസനുൽ ബന്ന, ദില്ലിയിലെ രാഷ്ട്രീയത്തിന് അവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തി തലസ്ഥാന നഗരിയിൽ നിൽക്കുന്ന JNU ഇന്ത്യൻ ദിശാബോധം വളർത്തിയ ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ സംസ്കാരത്തിനെതിരെ, രാജ്യത്തെ പല തെറ്റായ ചലനങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരു കലാലയം. ആ കലാലയത്തിൽ നിന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന വലിയൊരു ചുവടുവയ്പ്, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും അവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു റിസൾട്ട് എത്രത്തോളം സ്വാധീനിക്കുകയാണ്? അതോ കേവലം ഒരു ക്യാമ്പസിലെ വിജയം മാത്രമാണിത് എന്ന ഒരു ലാഘവത്തോടു കൂടി മാത്രം കണ്ടാൽ മതിയോ ഇതിനെ? ഫെബ്രുവരി 9 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെ തുടർന്ന് ആ വിഷയത്തെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട സമീപനങ്ങളും അവയോട് അതിനെ തുടർന്ന് സ്വീകരിച്ച നടപടികളും എന്തുമാത്രം പ്രാധാന്യമാണ് JNU തെരഞ്ഞെടുപ്പിനെ ഉണ്ടാക്കി തീർത്തതെന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലായിരുന്നു JNUവിൻ്റെ തെരഞ്ഞെടുപ്പിനെ വളരെയേറെ ആകാംക്ഷയോടുകൂടി ഡൽഹി പോലും കാത്തിരുന്നത്. ഇതിൽ നേരത്തെ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാനും അദ്ദേഹത്തോട് അംഗീകരിക്കുന്നു. JNU മാത്രമല്ല, ഡൽഹി സർവകലാശാല തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള ഒരു മുന്നൊരുക്കം BJPയുടെയും അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ അവിടെ നാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന പോളിംഗ് ഇത്തവണ അവിടെ നടന്നിട്ടില്ല. പല വിദ്യാർത്ഥികൾക്കും ഐഡൻറ്റിറ്റി കാർഡുകൾ പോലും വിതരണം ചെയ്തിട്ടില്ല. കേവലം
36.9% പേരാണ് അവിടെ വോട്ട് ചെയ്തത്. 1,23,241 പേരിൽ വെറും 45,476 പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഇതിൽ തന്നെ 12% പേർ നോട്ടക്കാണ് വോട്ട് ചെയ്തത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ശതമാനത്തിൻ്റെ പോൾ ചെയ്തത് തന്നെ വളരെ കുറഞ്ഞൊരു ശതമാനമായിരുന്നു. എന്നാൽ അതിലും കുറഞ്ഞ ശതമാനത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ABVP അവരുടെ 3 ജനറൽ സീറ്റുകൾ നിലനിർത്തിയത്. എന്നിട്ട് പോലും അതിൽ നിന്ന് ഒരു ജനറൽ സീറ്റ് ABVPക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങൾ ഫോക്കസ് ചെയ്ത് എവിടാണ്? നിങ്ങൾ ഫോക്കസ് ചെയ്ത് JNUവില് 8,600 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 4,000 എത്ര ആളുകളാണ്? 1,00,000 കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. 26,000 പേര് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, 866 പേര് രജിസ്റ്റർ ചെയ്തിട്ട് 4,440 എത്ര പേര് വോട്ട് ചെയ്തിട്ട് അതിന്റെ 50% പോലും ഈ ചുവപ്പ് വിപ്ലവത്തിന് കിട്ടിയില്ല. ഈ പറയുന്ന ആളുകള് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ചരിത്രം നോക്കുക. ഞാൻ JNUവിന്റെ ചരിത്രമാണ് നിങ്ങൾ കൂടി ഫോക്കസ് ചെയ്തതാണ്. ഇല്ല എന്ന് ശിവകുമാറിന് പറയേണ്ട കാര്യമില്ല. ഞാൻ അതാണ് പറഞ്ഞത്, 8 കിലോമീറ്റർ അപ്പുറം ഇപ്പുറം നടന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നടന്നത് വലിയ ഒരു മുല്ലപ്പൂ വിപ്ലവമാണ്, അപ്പുറത്ത് നടന്നതൊന്നും അല്ല നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ഇല്ലാത്തൊരു ഹൈപ്പ് ആണോ JNUവിൽ? അല്ലെങ്കിൽ ഈ BJP പറയുന്നത് പോലെ തങ്ങൾ അവിടെ ഒരു വലിയ പ്രതീക്ഷയോ ഒന്നും വെച്ച് പുലർത്തിയിട്ടില്ല എന്നാണോ കാണേണ്ടത്? രാഷ്ട്രീയമായി കൂടി പല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പല ഒരു ഇമ്പാക്ട്സ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP അതിനെ മറുവശം അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണോ കാര്യങ്ങളെ? അതിലേക്കാണ് ഞാൻ തീർച്ചയായിട്ടും പ്രജീഷ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഡൽഹിയിലെ ഈ 2 സർവകലാശാലകളിലെയും തെരഞ്ഞെടുപ്പിനെ BJP അത്യന്തം സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി പറയുന്നത് JNUവിലെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും 36% അല്ലെങ്കിൽ 37% താഴെ പേർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ 12% നോട്ടൊക്കെ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ നേരത്തെയുള്ള മാർജിനിലും വളരെ കുറഞ്ഞ മാർജിനിൽ നേരത്തെയുള്ള വോട്ടിലും വളരെ കുറഞ്ഞ വോട്ട് നേടിയിട്ടാണ് ABVPക്ക് 3 ജനറൽ സീറ്റുകൾ നേരത്തെ തുടർച്ചയായി 2 വർഷങ്ങളിൽ ഉണ്ടായിരുന്ന 4 ജനറൽ സീറ്റുകളിൽ നിന്ന് 3 ജനറൽ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞത്. മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞു ഇനി JNUവിലേക്കാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ JNUവിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ അതിനെ നാം വളരെ കാണാതിരിക്കാൻ കഴിയാത്ത വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട മറ്റൊന്നാണ് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബാപ്സ നേടിയ 1,500 വോട്ട്. ഈ 1,500 വോട്ടും ഈ 1,900-ൽ പരം വോട്ടും ചേർത്ത് വെച്ചാൽ 3,500-ഓളം വോട്ട് ABVPക്ക് വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ABVPയുടെ നേരത്തെ ഒരു ജനറൽ ഒരൊറ്റ ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ ഇടതുപക്ഷ ചിന്താഗതി അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം കിട്ടിയ വോട്ടും മറ്റേ വോട്ടും കൂടി ചേർത്ത് വെച്ചാൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് കുറവാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? നിങ്ങൾ ഒരു കണക്ക് അരിത്തമെറ്റിക്കാകുമ്പോൾ 2 വേണമല്ലോ. നിങ്ങളുടെ ആശയമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മത്സരിച്ചൂടെ? SFIക്കും ഐസക്കും എതിരെ വോട്ട് 3000-ലധികം ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും നിങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 3,500 എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് JNUവിൽ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം JNUവിലും കേന്ദ്ര സർവകലാശാലകളിലും രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഭാഗത്ത് ഇടതുപക്ഷ സംഘടനകൾ മുന്നേറ്റം നടത്തിയപ്പോൾ 2ാം സ്ഥാനത്തായി വരുന്നത് ദലിത് സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ മുന്നേറ്റമാണ്. അതാണ് തീർച്ചയായും സമയം തരാം. ശ്രീ അമൽ, അവിടെയാണ് അമൽ നേർസാക്ഷിയാണ്. BJP അല്ലെ BJPയുടെ വിദ്യാർത്ഥി സംഘടന ABVP
തികഞ്ഞ അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഈ മറുപടിക്ക്? അതോ പത്മകുമാർ പറയുന്നത് പോലെ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ അടുത്തുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയാണ്? അതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമായിരുന്നില്ലേ ABVP JNU സർവകലാശാലയിൽ നൽകിയത്? അതുകൊണ്ട് എത്രത്തോളം തിരിച്ചടിയാണ് ഈ സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നത്? അതാണ് ഇവിടെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി ക്യാമ്പസിലെ ഈ ചലനം ചർച്ചയാക്കേണ്ടി വരുന്നത്. ഇവിടെ വളരെ കൗതുകകരമാണ് പത്മകുമാറിൻ്റെ ആർഗ്യുമെൻറ്റ്. അതായത് അദ്ദേഹം പറയുന്നത് വെറും 8 കിലോമീറ്റർ മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റിയും JNUവും തമ്മിലുള്ള അകല വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള സർഗാത്മകമായിട്ടുള്ള അകലം ഒരുപാട് കൂടുതലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ രാജ്യത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന സർവകലാശാലകളുടെ കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സർവകലാശാലയാണ് JNUവിൽ ഫോളോ ചെയ്യുന്ന പോലുള്ള റിസർവേഷൻ പോളിസി, JNUവിൽ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള വിവിധ തരം ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെ മണി ആൻഡ് മസിൽ പവർ അത് മാത്രമാണ് ഒരു കാര്യമായിട്ട് വരുന്നത്. മറ്റൊന്നും അവിടെ പ്രത്യേകിച്ച് യാതൊന്നും തരത്തിലുള്ള വിഷയങ്ങളില്ല, രാഷ്ട്രീയ ചർച്ചകളില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള രീതിയിലൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ ABVP അതിനെ അനുവദിക്കുന്നുമില്ല. ഇന്നിപ്പോൾ JNUവിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് വളരെ കൃത്യമായിട്ടുള്ളൊരു മാൻഡേറ്റ് നൽകിയിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ലെഫ്റ്റ് യൂണിറ്റി പാനൽ ഇന്ന് വിജയിച്ചിരിക്കുന്ന ഇവിടുത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ്. നമ്മൾ ഓരോരോ സ്കൂളുകളിലേക്ക് നോക്കൂ. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ലാംഗ്വേജ്, ഇവിടെയെല്ലാം തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ഇവിടുത്തെ കൗൺസിലേഴ്സ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ പാനലിലേക്ക് നോക്കൂ. ഓരോ കാൻഡിഡേറ്റുകളുടെയും ഭൂരിപക്ഷം റെക്കോർഡാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ABVP എന്ന് പറയുന്നത് മുമ്പ് ABVPക്ക് ഇവിടെ സെൻട്രൽ പാനലിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, പല കൗൺസിലേഴ്സും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ABVP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നാമാവശേഷമാക്കിയിരിക്കുകയാണ്, വാനിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എങ്ങും ABVPക്കാരെ കാണുന്നില്ല, ഞങ്ങൾ ഒരാളെയും കാണുന്നില്ല. BJPയുടെ നാഷണൽ ലീഡേഴ്സൊക്കെ ഇവിടെ വന്ന് പോയിരുന്ന ആളുകളാണ്. അത് JNU ഇപ്പോൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉളവാക്കിക്കൊണ്ട് ഇവിടെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആളുകളാണ്. ഇന്നിവിടെ കാണാൻ കഴിയുന്നില്ല. പിന്നെ നാഷണൽ ആൻറ്റി നാഷണൽ ഡിബേറ്റ്, അതായത് JNU രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ JNUവിലെ വിദ്യാർത്ഥികളോട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് രാജ്യത്തിൻ്റെ താല്പര്യം? BJPയുടെ താല്പര്യം. ഇവിടെ BJP വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ദണ്ഡാവാഡയില് 75 CRP ജവാന്മാരെ തീവ്രവാദികൾ ബോംബിട്ട് കൊന്ന സമയത്ത് നിങ്ങൾ ലഡു വിതരണം ചെയ്തു. അവര് സ്വന്തം ഭാര്യയോ സ്വന്തം മക്കളെയോ സ്വന്തം കുടുംബത്തെയോ ഒക്കെ മറന്നുകൊണ്ട് രാജ്യ താല്പര്യത്തിന് വേണ്ടി പോയ ആളുകളെ തീവ്രവാദികൾ കൊല്ലുമ്പോൾ അവരെ അംഗീകരിച്ചുകൊണ്ട്, അവരെ ആശ്ലേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആഹ്ലാദിച്ച് ലഡു വിതരണം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ 10 പേർ അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വന്ന 10 പേർ പറയട്ടെ, അതിലെടുത്ത നിലപാട് അവർ പറഞ്ഞു വധശിക്ഷയെ പോലും സുപ്രീം കോടതി പോലും ഒരു കാര്യം വധശിക്ഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ചർച്ചയ്ക്ക് ഞാൻ താങ്കളുടെ വാദം ഞാൻ നൽകുകയാണ്, അംഗീകരിക്കുകയാണ്. ഈ പറയുന്ന ചർച്ച അല്ലെങ്കിൽ സർഗാത്മകമായ ഒരു സാംസ്കാരിക കൂട്ടായ്മ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചർച്ച പോലും പാടില്ല എന്ന് തന്നെയാണോ? അല്ലല്ല, നിങ്ങൾ പറയുന്ന നമ്മുടെ ഈ അല്ലെങ്കിൽ അവിടെ ഈ ചർച്ച എന്ന് പറയുന്നത് ഒരു പുതിയ രീതി ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി ആശയങ്ങൾ. കാര്യം രാജ്യദ്രോഹവും ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഞാൻ പറഞ്ഞൊരു കാര്യം. ഈ സർവകലാശാലയിൽ തന്നെ ഈ JNUവിൽ തന്നെ അവരൊരു ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങൾക്ക് സ്റ്റാൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൾ അനുവദിച്ചാൽ ഒന്ന് കാശ്മീരിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടുത്തെ ഭരണകൂടം. ഭീകരവാദികൾക്കാണോ? വിദേശ രാജ്യങ്ങൾക്ക് അനുവദിച്ച സ്റ്റാളില് കാശ്മീരിന് സ്റ്റാൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയട്ടെ. ശ്രീ അമൽ മറുപടി വളരെ ചുരുക്കി മറുപടി.
ഇത് വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ വളരെ എന്താ പറയുക, വളരെ തമാശയാണ് ഇവിടെ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാളും ലഡു വിതരണം നടത്തിയിട്ടില്ല. ഇവിടെ ഒരാളും ഒരു പരിപാടിക്കും കാശ്മീരിൻ്റെ സ്റ്റാൾ വിട്ടിട്ടില്ല. അദ്ദേഹത്തിന് ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കിട്ടുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ അത്തരത്തിലൊരു പരിപാടിയും നടന്നിട്ടില്ല. പിന്നെ ഗാന്ധിജിയെ കൊന്ന ദിവസം RSS കേന്ദ്രങ്ങളിൽ നാട്ടിൽ മുഴുവൻ ലഡു കൊടുത്ത് ആഘോഷിക്കുന്ന പ്രസ്ഥാനമാണ് RSS. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് JNU വിദ്യാർത്ഥികളെ, ഇവിടുത്തെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് വളരെയധികം കൗതുകമാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് JNUവിലെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കും. ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കൽക്കട്ട തീസിസ് എന്തായിരുന്നു, ചൈനയ്ക്ക് അയച്ച സന്ദേശം എന്തായിരുന്നു, ഇന്ത്യ വിഘടിപ്പിക്കാൻ നടത്തിയ നിലപാടുകൾ എന്തായിരുന്നു, ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് രാജ്യസ്നേഹവും ഗാന്ധി സ്നേഹവും ഒന്നും പഠിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അസഹിഷ്ണുത കാണിക്കരുത് ദയവായി. അദ്ദേഹം പറയട്ടെ, ഞാൻ താങ്കൾക്ക് പറയാനുള്ള സമയം തന്നു. അസഹിഷ്ണുത ചർച്ചയിൽ ഇൻടോളറൻസ് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം. പറഞ്ഞോളൂ അമൽ, 1 മിനിറ്റിനുള്ളിൽ തീർക്കാം, പറഞ്ഞോളൂ. ദയവ് ചെയ്ത് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന ആളുകളാണ്. അതിൽ ABVP-കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്, ഇടതുപക്ഷക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ഐഡിയോളജിയുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും ഈ ക്യാമ്പസിനകത്തുണ്ട്. ഈ ക്യാമ്പസിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളുടെയും സർഗാത്മകമായിട്ടുള്ള പരിപാടികളായിക്കോട്ടെ, ചർച്ചകളായിക്കോട്ടെ, മറ്റ് ഇത്തരത്തിലുള്ള സംവാദങ്ങളെല്ലാം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നടന്നു പോരുന്നൊരു ക്യാമ്പസാണ് JNU. പക്ഷേ ABVP എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ് കയ്യൂക്ക് ഉപയോഗിച്ച് തിണ്ണമെടുക്ക് കാണിച്ച് മറ്റുള്ളവരെ എല്ലാം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചത്. ആ ഒരു ശ്രമത്തിനെതിരായിട്ടുള്ള കൃത്യമായ മാൻഡേറ്റ് തന്നെയാണ് എന്തായാലും JNU. വളരെ നന്ദി ശ്രീ അമൽ. തിരക്ക് താങ്കൾക്കുണ്ട്. ഞാൻ മുഹമ്മദ് മുഹ്സീനിലേക്ക് ഉടൻ പോകുന്നതാണ്. ശ്രീ മുഹമ്മദ് മുഹ്സീൻ, വ്യക്തമായ മാൻഡേറ്റ് JNUവിലെ വിദ്യാർത്ഥികൾ നൽകുമ്പോഴും ദേശഭക്തിയുടെ കാര്യത്തിൽ BJPയുടെ സർട്ടിഫിക്കറ്റ് വേണം എന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങൾ പോവുകയാണോ? പല വസ്തുതകളും ഇന്നിപ്പോഴും അതിൻ്റെ മാൻഡേറ്റ് BJP അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ആ ഒരു കൃത്യമായ പ്രസക്തിയൊന്നും ഞങ്ങൾ അവിടെ കൊടുത്തിരുന്നില്ല. എങ്ങനെ കാണുന്നു പത്മകുമാറിൻ്റെ വിമർശനങ്ങളെ താങ്കൾ അവിടെ പഠിച്ച വിദ്യാർത്ഥിയായതുകൊണ്ട്? ശുദ്ധ അസംബന്ധമാണ് പത്മകുമാർ ഇവിടെ പറഞ്ഞത്. പ്രധാനമായിട്ടും ഒരു കാര്യമാണ് പറഞ്ഞപ്പോൾ സൈനികർ മരിച്ചപ്പോൾ ലഡു വിതരണം ചെയ്തു. ഞങ്ങൾ ഒരിക്കലും ലഡു വിതരണം ചെയ്തിട്ടില്ല. അത് ഡിസ്റ്റോർട്ടഡാണ്. എന്നാൽ സൈനികർക്ക്, പാവപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സൈനികർ രാജ്യത്തിന് വേണ്ടി പോരാടി മരണം വരിച്ച അവരെ കൊണ്ടുപോകാനുള്ള ശവപ്പെട്ടി വരെ കുംഭകോണം നടത്തിയവരാണിത് പറയുന്നത്. ഉത്തരപ്പെട്ടത് വേറെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ പ്രായോഗികമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറയുക, അങ്ങനെ പറയേണ്ടി വരും. MLA ചെറുപ്പക്കാരനാണല്ലോ. അല്ലല്ല, നിങ്ങൾക്ക് ലജ്ജയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ലഡു വിതരണം നടത്തിയെന്ന് പറഞ്ഞാൽ ആദരിച്ചുകൊണ്ട് അനുസ്മരണം നടത്തിയെന്ന് പറഞ്ഞാൽ ലജ്ജയുണ്ട്. നിങ്ങളത് പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ടോളറൻസ് കാണിക്കണം. JNU ഇത്ര ദിവസം ഇത്ര നേരം JNUവിന്റെ വിഷയം പറയുമ്പോൾ, JNUവിലെ രാഷ്ട്രീയം പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയും ആർമിയുടെ വിഷയമൊക്കെ പറഞ്ഞു. ഞാൻ അതിനെ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ JNUവിലേക്ക് മാത്രം വരുമെന്ന്. ഇതാണ് സംഘപരിവാറിന്റെ തന്ത്രം. അവർ ഒരിക്കലും ഉത്തരം പറയാനോ യഥാർത്ഥ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ അവർ തയ്യാറാവാറില്ല. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം ശുദ്ധ നുണകൾ പറയുക എന്നതല്ലാതെ മറ്റൊരു ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. സൈനികർ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരുപാട് സൈനികർ അവർ എത്ര ദിവസമാണ് 1 റാങ്ക് 1 പെൻഷൻ എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തത്? തിരിഞ്ഞു നോക്കിയോ? അപ്പോൾ സൈനികരോടുള്ള സ്നേഹമല്ല, സൈനികരെയും പാവപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളെയും തമ്മിൽ ഒരു ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന് കൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്വാതന്ത്ര്യ സമരത്തിലൊന്നും ഒരാളും അവർക്കില്ലാത്തത് കൊണ്ട് അവർ ഈ രീതിയിലാണ് ഞങ്ങളാണ് രാജ്യസ്നേഹികളെന്ന് സ്ഥാപിക്കുന്നത്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം,
ജെഎൻയുവിലെ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹികളല്ല എന്നുള്ളത് ഒന്നടങ്കം ABVP-യെ പിന്നെ ഇലക്ഷനിൽ നല്ലൊരു മാൻഡേറ്റ് ABVP-ക്കെതിരെ കൊടുത്തുകൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയും JNUവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന ഒരുപാട് ക്യാമ്പസുകളാണ്, ഒരൊറ്റ യൂണിവേഴ്സിറ്റി അല്ല. കുട്ടികൾ രാവിലെ ക്ലാസ്സിലേക്ക് പോകുന്നു, അസൈൻമെൻറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു, അവരുടെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതിനപ്പുറമുള്ള ഒരു ഇൻട്രാക്ഷനോ ചർച്ചയോ അവിടെ നടക്കുന്നില്ല. ഭൂരിപക്ഷം കുട്ടികളും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്, +2 കഴിഞ്ഞിട്ട് നേരിട്ട് വരുന്നവരാണ്. എന്നാൽ JNUവിലേക്ക് വരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ JNUവിലേക്ക് വന്നു കഴിഞ്ഞാൽ JNUവിൽ നമുക്ക് രാത്രിയും പകലും ഇരുന്ന് ചർച്ച ചെയ്യാം. 24 hours ഉള്ള ലൈബ്രറി ഉണ്ട്. അങ്ങനെ ചർച്ചയും പിന്നെ പഠനവും അതുപോലെ തന്നെ ആർട്ടിക്കിൾ വായനയും ഡിബേറ്റ്സും ഒക്കെ ആയിട്ട് JNUവിൽ ഒരു പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പൊളിറ്റിക്സ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ABVP-യുടെ രാഷ്ട്രീയം തിരിച്ചറിയുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ NSUയും അതാണ് പറയുന്നത്. കാരണം പക്വമായ ചർച്ചകളെയും സംവാദങ്ങളെയും ഒക്കെ ഉയർത്തിവിട്ടിട്ടുള്ള, കാരണം രോഹിത് വിമുല വിഷയം എടുത്താലും പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷയമൊക്കെ എടുത്തപ്പോഴും ചലനാത്മകമായ രീതിയിലുള്ള കൊടുങ്കാറ്റ്, പ്രതിഷേധ കൊടുങ്കാറ്റ് ഉണ്ടായത് JNUവിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി കേന്ദ്ര നേതൃത്വം സംഘടിതമായി ഇതിനെ എതിർത്തത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു തിരിച്ചടിയെ ചെറുതായി കാണുകയാണോ, അതിൽ ഒരു തിരിച്ചടിയായിട്ടെങ്കിലും കണ്ടൂടെ, ചെറിയ അർത്ഥത്തിലെങ്കിലും പറഞ്ഞത് തന്നെ ഇതാണ് രാഷ്ട്രീയം എന്ന് ഈ സ്റ്റുഡൻസ് കാണിക്കുന്ന രാഷ്ട്രീയ ഒരു പക്ഷപാതം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പൂനെയിൽ ഇന്ന ആളിനെ വെച്ചതുകൊണ്ട് എല്ലാവരും ഹാലളവിയല്ലോ. കേരളത്തിൽ ഞാൻ പാർട്ടി സെക്രട്ടറിയും പാർട്ടി അപക്വമായ ഉദാഹരണത്തിലേക്ക് നമുക്ക് ദില്ലി കേന്ദ്രീകരിച്ച് ചർച്ച. ആർക്കും ഒരു കലാകാരനും ഒരു സ്റ്റുഡൻസ് യൂണിയനും ആരും സമരം ചെയ്തില്ലല്ലോ. KPSC ലളിത പാർട്ടി സെക്രട്ടറി പറയുന്നത് കേൾക്കുമെന്ന് പറയുമ്പോൾ. അപ്പൊ അതാണ് രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ എന്ന് പറഞ്ഞത്. 2, 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കിയത് ഞങ്ങളാണ്. എത്ര കാലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 ഇത്രയും വർഷമായിട്ട് ആ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കിയത് ഞങ്ങളാണ് പൂർണ്ണമായി എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദവും അല്ലെങ്കിൽ ഈ അരാജകത്വം സൃഷ്ടിക്കുക, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലത്ത് ഈ 50% വോട്ട് പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കനകകുമാറിന് കിട്ടിയ വോട്ടും മറ്റേ ഐസയ്ക്ക് കിട്ടിയ വോട്ടും കൂടെ ചേർത്ത് ഇപ്പം താങ്കൾ MLA-യുടെ പാർട്ടിയും കൂടെ ചേർത്ത് വോട്ട് കിട്ടിയാൽ ഇത്രയും കിട്ടിയാൽ മതിയോ? 1900. പിന്നെ ABVP നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ഈ പറഞ്ഞ എല്ലാവരും കൂടി ഐഡിയോളജിക്കൽ കോംപ്രമൈസ് ഉണ്ടായിട്ട് യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നുണ്ടോ? ക്ലാരിഫിക്കേഷൻ പറയാം. ഒറ്റ കാര്യം, ഞങ്ങൾ ഒരിക്കലും ഐഡിയോളജിക്കൽ കോംപ്രമൈസ് ഈ തെരഞ്ഞെടുപ്പിന്റെ പറയാൻ പോയൊരു SFIയുമായി തെറ്റിപ്പിരിഞ്ഞ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഇത് രണ്ടും മറുപടി പറയട്ടെ. താങ്കൾ ഉന്നയിച്ച വോട്ടിന്റെ കണക്കിന് അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ മുഹ്സിൻ, 10% ഡോട്ടയുണ്ട്. പറയട്ടെ. മുഹ്സിൻ തുടരാം. താങ്കൾക്ക് തുടരാം. 1200 വോട്ടാണ് ABVP-ക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ JNUവിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, അത് SFIയും AISF-ഉം ഐസയും അതുപോലെ തന്നെ DSF-ഉം ബാപ്സയും എല്ലാം എഗെയിൻസ്റ്റ് ABVP ആയിട്ടാണ് മത്സരിച്ചത്. എല്ലാവരും ABVP-യെ അവിടെ ക്യാമ്പസിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരിച്ചത്. ആ സമയത്ത് അതിനുള്ള ABVP-ക്കെതിരായിട്ടുള്ള വോട്ടാണ് മറ്റെല്ലാ വോട്ടുകളും. എന്നാൽ AISF പറഞ്ഞത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. അത് നിന്നില്ല എന്നുള്ള ഒരു കാരണമുണ്ട്. എങ്കിലും AISF അടക്കമുള്ള ഐസ അടക്കമുള്ള SFI അടക്കമുള്ള എല്ലാവരും ഒന്നിച്ച് ABVP-ക്കെതിരെയുള്ള വോട്ട് തന്നെയാണ്. 900 എത്ര വോട്ട് കിട്ടി? ഇപ്പോ അന്ന് SFI മാറിയുന്നു. ഇപ്പൊ SFIയും ഐസയും കൂടെ ചേർന്നിട്ട് AISF മത്സരിക്കുന്നില്ലെങ്കിലും എന്തായാലും ABVP വോട്ട് ചെയ്യില്ല. ഇത്രയും വോട്ട് ചെയ്തിട്ടും 1900 വോട്ട് എന്ത് കിട്ടിയുള്ളൂ. അപ്പൊ കഴിഞ്ഞ കാലത്തെ കിട്ടേണ്ട വോട്ടിനേക്കാൾ കുറവാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്.
എന്തായാലും 954 വോട്ട് ABVPക്ക് എതിരായിട്ട് അത് മാത്രം കയറി അവകാശപ്പെട്ടുകൊണ്ട് കയറി പിടി. അത് മാത്രമേ ഉള്ളൂ. ഏകദേശം 1000-ഓളം വോട്ട്. അതിന്റെ പുറമെ ഈ മെറിറ്റിലേക്ക് വരൂ. മെറിറ്റിലേക്ക് പൂർണ്ണ മെറിറ്റിലേക്ക് ഒരു ഹൈപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. പുറകിലോട്ട് പോയിട്ടേ ഉള്ളൂ. 437 നോട്ട. പറഞ്ഞോളൂ. അതിന്റെ പുറമെ അല്ല മൂസീൻ പറയാം. ഒരു മിനിറ്റ്. ABVPക്ക് എതിരായിട്ട് 1954 വോട്ട് യുണൈറ്റഡ് ലെഫ്റ്റിന്റെ വോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പുറമെ ABVPയെ പ്രത്യേകിച്ച് അവരുടെ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിനെതിരാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് 1545 വോട്ട് ബാപ്സക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി DSFന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ വോട്ടുകളൊന്നും ABVPക്ക് കിട്ടിയില്ല? അതാണ് നിങ്ങൾ പരിശോധിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നില്ലല്ലോ. കനയ്യകുമാർ മാറി പുതിയ ആള് വന്നപ്പോഴും ABVPക്ക് കിട്ടിയില്ല. ഹസനുൽ ബന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിനുള്ള വ്യക്തമായ ഒരു തിരിച്ചടിയല്ലേ? കവല ചന്തയിലെ പോലെ പ്ലീസ്. അതായത് ശ്രീ ഹസനുൽ ബന്ന ഈ വ്യക്തമായും ഇതൊരു തിരിച്ചടിയല്ലേ? ഉത്തരം മുട്ടുമ്പോൾ ശ്രീ പത്മകുമാർ മറിച്ച് കണക്കുകളിലേക്ക് പോവുകയാണോ? ശരിയല്ല. ഉത്തരം ഞാൻ വന്നിരിക്കുന്നത് എന്റെ നയം അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ശ്രീ പത്മകുമാർ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ഇടയ്ക്ക് കയറി താങ്കൾ കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്ന് എത്ര വോട്ടാണ് ABVPക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അത് കിട്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് പ്രധാനമായിട്ട്. കഴിഞ്ഞ ഈ കനയ്യകുമാറിന് കിട്ടിയ 1042 വോട്ടുണ്ടല്ലോ, അന്ന് SFI കിട്ടിയ വോട്ടുണ്ടല്ലോ, ഐസയുടെ വോട്ട് 962 ഉണ്ടല്ലോ. ചോദ്യം വ്യക്തമായി. രണ്ട് വാക്കിൽ ഉത്തരം ശ്രീ മുഹമ്മദ് മുസീൻ. കാരണം വളച്ചുകൊണ്ട് ഒരുപാട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ ഒറ്റ വാക്കിലെ ഉത്തരം പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ABVPക്ക് ഇത്രയും കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ വോട്ട് കിട്ടാതിരുന്നു? എന്തുകൊണ്ട് ABVPക്ക് ബാക്കിയുള്ള വോട്ടുകളൊക്കെ നേടാതിരുന്നു? JNUവിലെ വിദ്യാർത്ഥികൾ ABVPയെ പച്ച മലയാളത്തിൽ പറഞ്ഞ വെറുത്തു. അത് തന്നെയാണ്. ശ്രീ ഹസനുൽ ബന്ന, ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, JNUയിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ SFIക്കുണ്ടായ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ABVPക്കോ BJPക്കോ ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പത്മകുമാറിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം, നേരത്തെ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഐസയും SFIയും തമ്മിലൊരു സഖ്യം രൂപപ്പെട്ടെന്ന്. ഐസയും SFIയും JNUവിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രൂപം കൊണ്ടുവന്ന JNUവിലേക്കും മറ്റ് കേന്ദ്ര സർവകലാശാലകളിലേക്കും പടർന്ന ഒരു ദലിത് രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ സൂചന കൂടി കണ്ടുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ അത് ഇവിടെ ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തിയതാണ്. ബാപ്സ പോലുള്ള ഒരു ദലിത് മുന്നണിയും അതുപോലെ തന്നെ ചില ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തിയാൽ അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് SFIയും ഐസയും രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സഖ്യമാണിത്. ഈ രാഷ്ട്രീയ സഖ്യം കൊണ്ട് SFIക്കും ഐസക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു തിരിച്ചറിവ് ഇനിയും അത്തരമൊരു മത്സരം വന്നപ്പോൾ ഭരണപക്ഷം ഐസയും SFIയുമായി മാറുകയും പ്രധാന പ്രതിപക്ഷമായി ബാപ്സ JNUയിൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയാണ് ABVP നിഷ്പ്രഭമായി പോകുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് SFI ഐസ സഖ്യം ഏറ്റുമുട്ടാൻ പോകുന്നത് ABVPയുമായിട്ടായിരിക്കുകയില്ല, ഈ ബാപ്സയുമായിട്ടായിരിക്കും. അത് ഇത്രത്തോളം ഈ ചിത്രത്തിൽ നിന്ന് ABVP മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യമാണ് JNUവിൽ ഉണ്ടായത്. പത്മകുമാർ, അവസാനമായി 30 സെക്കൻഡ് എടുക്കാവൂ. എന്തായാലും നേരത്തെ ഹസനുൽ ബന്ന പറഞ്ഞു നിർത്തിയതുപോലെ ബാപ്സയും അല്ലെങ്കിൽ SFI സഖ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചിത്രത്തിലേക്ക് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ തിരുത്തൽ എവിടെ നടത്തും? തിരുത്തലിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല. ഇപ്പോൾ ഈ ഹസനുൽ ബന്ന പറഞ്ഞതിൽ ഒരു കാര്യം ഇതാണ്, ഈ ഐസ വരുന്നതിന് മുമ്പ് അവിടുത്തെ സംഘടനാ സംവിധാനം എന്താ?
ഈ SFI അല്ലെങ്കിൽ ഇവരുമായി ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒറ്റ ശക്തി ഇപ്പൊ രണ്ടായിട്ട് ഇടയ്ക്ക് വെച്ച് രണ്ടായിട്ട് രണ്ടായി ഒരുമിച്ച് ചേർന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന ശക്തിയിൽ കൂടുതൽ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയത്? ആ ശക്തി തന്നെ നിലനിർത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. ഈ SFI ടോട്ടൽ പോൾ ചെയ്തതിന്റെ 50% വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 50% ആളുകൾ ഈ പറഞ്ഞ വ്യൂവിനെതിരാണ്. പിന്നെ ആശയപരമായി ഞങ്ങൾ പണ്ടാണ്, ഞങ്ങൾ ദളിതരോടൊപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമീപ ഭാവിയിൽ ഈ ബാപ്സയുമായി ഞങ്ങൾക്ക് യോജിക്കാവുന്ന ഈ ദളിത് രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ ആ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ, ആ പാർട്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു ആശങ്കയും ഇല്ല. മറുപടി പത്മകുമാറിന്റെ വ്യൂ കേട്ട് കാണും. അതായത് ബാപ്സയുമായി പിന്തുണ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തും. അല്ലല്ല, ബാപ്സയെ പിന്തുണയ്ക്കുന്നതല്ല, ആ ആശയം ദളിത് രാഷ്ട്രീയം പട്ടികജാതി രാഷ്ട്രീയത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. മറുപടി ചുരുക്കി മുഹസിൻ, സമയമില്ലാത്തതുകൊണ്ട്. BJPയുടെ ദളിത് രാഷ്ട്രീയത്തിനുള്ള മറുപടി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്ന് ഉനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് JNUവിൽ നിന്ന് മറ്റൊരു മറുപടി വന്നിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അംബേദ്കറൈറ്റ് രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് സ്വയം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് പുതിയ മുന്നണിയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയൊരു മറുപടിയാണ് ഭാവി കാലഘട്ടത്തിൽ കൊടുക്കാനുള്ളത്. അതിൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതൊക്കെ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് പോകുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ശ്രീ ഹസനുൽ ബന്ന, ഈ രാഷ്ട്രീയത്തെ അവസാനമായി പത്മകുമാർ പറഞ്ഞു നിർത്തിയ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? സ്വത്വ രാഷ്ട്രീയത്തെയും കൊണ്ട് ഞങ്ങൾ പോകും എന്ന് UP തെരഞ്ഞെടുപ്പിൽ കാണിച്ചതുപോലുള്ള ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പത്മകുമാർ JNUവിലും മുഴക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ വിനീതമായ. ഞാൻ സ്വത്ത രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഞങ്ങൾ എപ്പോഴും JNU നൽകുന്ന സന്ദേശം എന്ത് തന്നെയായിരുന്നു? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത പത്മകുമാർ, മുഹമ്മദ് മുഹ്സിൻ MLA, ഹസനുൽ ബന്ന, അമൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ വൈസ് പ്രസിഡന്റ്.